ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഫ്രം സ്റ്റഡി ഹിസ്റ്ററി വിത്ത് മീ. സെനാന എന്ന ടോപ്പിക്കിൻ്റെ റിവിഷൻ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. സെനാന എന്ന പദത്തിൻ്റെ ലിറ്ററൽ മീനിങ് ആണ് ഓഫ് ദ വുമൺ ഓർ പെർട്ടേണിങ് ടു വുമൺ. ഇതിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് മുസ്ലിം ഹൗസ് ഹോൾഡിൽ വിമൺ ഓൺലി ഏരിയ ആയിട്ടുള്ള സ്ഥലത്തിനെയാണ് സെനാന എന്ന് വിളിക്കുന്നത്. വിമൺ ഓൺലി ആയിട്ടുള്ള ഏരിയയെ സെനാന എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റിൻ്റെ പേരാണ് മർദാന. ഈ ഒരു വിമൺ ഓൺലി ഏരിയയിൽ ഒറ്റ മെയിലിന് മാത്രമായിരുന്നു എൻട്രി ഉണ്ടായിരുന്നത്. അത് രാജാവാണ്, അതായത് എംപറർ. ഹുമയൂണിൻ്റെ പീരീഡിൽ നമുക്കറിയാം, ഹുമയൂൺ ഒരു സ്ഥലത്ത് സ്റ്റേബിളായിട്ട് കുറേ കാലം നിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജനാനയും എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഹുമയൂണിൻ്റെ ജനാന മൊബൈലാണ് എന്ന് നമുക്ക് പറയാം. അക്ബറിൻ്റെ പീരീഡിൽ കുറേ മാരിറ്റൽ അലയൻസസ് ഒക്കെ ആയിട്ട് ജനാനയിൽ 5000-ഓളം ലേഡീസ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആ ഒരു സമയത്ത് ജനാന എന്ന് പറയുന്നത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ് ആയിട്ട് തന്നെ മാറുന്നുണ്ട്. രാജ്ഞിമാർ, രാജകുമാരിമാർ, അങ്ങനെ തുടങ്ങി കുറേ ആളുകൾ ഈ ഒരു ജനാനയിൽ താമസിച്ചിരുന്നു. ഇവർക്കൊക്കെ സെപ്പറേറ്റ് ആയിട്ട് റൂമുകളുണ്ടായിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ആളുകൾക്ക് അവരുടേതായ ക്വാർട്ടേഴ്സും സ്പേസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരുടേതായ സ്പേസ് ഉണ്ടായിട്ടുള്ള രണ്ടാളുകളാണ് ജോധയും ജഹനാരയും. ജോധ എന്ന് പറയുന്നത് അക്ബറിൻ്റെ വൈഫ്, ജഹനാര എന്ന് പറയുന്നത് ഔറംഗസേബിൻ്റെ സിസ്റ്റർ. അക്ബർനാമ എന്ന കൃതിയിൽ അബു ഫസൽ ജനാനയെ പല അഡ്മിനിസ്ട്രേറ്റീവ് ഓർഗനൈസേഷൻ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പല സെക്ഷൻസ് ആയിട്ട് തിരിക്കുന്നത് പറയുന്നുണ്ട്. ഇനി ആ ഡിവിഷൻസ് എന്താണെന്ന് നോക്കാം. ഫോസ്റ്റർ നഴ്സസ് അഥവാ വെറ്റ് നഴ്സസ് ജനാനയിൽ വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പായിരുന്നു. ഇവർക്ക് പൊളിറ്റിക്കലി ആയിട്ടൊന്നും പവർ ഇല്ലായിരുന്നെങ്കിലും ഇവർ ഈ ഒരു ജനാനയുടെ ഉള്ളിലും എംപററിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഇവരെ വിളിക്കുന്ന പേരാണ് അങ്കാസ്. ദരോഗാസ് എന്ന് പറയുന്നത് ഓർഗനൈസേഷനും ഫിനാൻസസൊക്കെ നോക്കുന്ന ആളുകളായിരുന്നു. ഇവരെ അപ്പോയിൻ്റ് ചെയ്തിരുന്നത് എംപററാണ്. ഇവർ പീസ്, എറ്റുക്കറ്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയിരുന്നത്. നമ്മൾക്ക് പേരറിയുന്ന ഒരു ദരോഗയാണ് അസ്മത് ബാനു ബീഗം. അക്കൗണ്ട്സുമായിട്ട് ബന്ധപ്പെട്ട ഓഫീസറാണ് തെഹ്വിൽദാർ. ഇവരുടെ അപ്രൂവൽ കിട്ടിയിട്ടാണ് ഇവിടെ ജനാനയിലുള്ള ആളുകൾക്കൊക്കെ അലോവൻസും ഇൻകും ഒക്കെ വരിക. ദരോഗാസിൻ്റെ ഇടയിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ആളാണ് മഹൽദാർ. ഇവരാണ് ഏറ്റവും ഹയസ്റ്റ് അതോറിറ്റി ഉള്ള ഫീമെയിൽ സെർവൻറ്റ്. ഇവരെ തന്നെ നമുക്ക് വേണമെങ്കിൽ ചീഫ് ഇൻറ്റൻഡൻസ് എന്ന് വിളിക്കാം. എംപറർക്കുള്ള ഡയറക്റ്റ് ഇൻ്റലിജൻസിൻ്റെ സോഴ്സ് കൂടിയായിരുന്നു മഹൽദാർസ്. എനുക്ക് എന്ന് പറയുന്നത് കാസ്ട്രേറ്റഡ് അഥവാ ടെസ്റ്റിക്കിൾസ് റിമൂവ് ചെയ്തിട്ടുള്ള മാനോ അല്ലെങ്കിൽ ബോയോ ആണ്. ഇങ്ങനത്തെ ആളുകളും ജനാനയുടെ ഉള്ളിൽ അലോഡായിരുന്നു. ജനാനയിലുണ്ടായിരുന്ന വാരിയർ വുമൺ ഗാർഡ്സിനെയാണ് ഉർദു ബഗീസ് എന്ന് വിളിക്കുന്നത്. ഇവർ പ്രധാനമായിട്ടും ഹബ്ഷി, താത്തർ, തുർക്ക്, കാശ്മീരി ഒറിജിൻസ് ഉള്ള സ്ത്രീകളായിരുന്നു. ഈ വിഭാഗങ്ങളിൽ നിന്ന് സെലക്ട് ചെയ്യാനുള്ള കാരണം ഇവരൊന്നും പർദ സിസ്റ്റം ഫോളോ ചെയ്യുന്നവരായിരുന്നില്ല. ബാബർ മുതലുള്ള ഏർലി കിങ്സ് മുതൽ തന്നെ നമുക്ക് ഉർദു ബഗീസിന് ജനാനയിൽ കാണാൻ സാധിക്കും. പേരറിയപ്പെടുന്ന ഏക ഉർദു ബഗീസാണ് ബീബി ഫാത്തിമ. ഇവർ ഉർദു ബഗി ചീഫായിരുന്നു എന്നാണ് പറയുന്നത്. ഗുൽബദൻ ബീഗ എഴുതിയിട്ടുള്ള ഹുമയൂൺ നാമയിലാണ് ഉർദു ബഗി ആയിട്ടുള്ള ബീബി ഫാത്തിമയെക്കുറിച്ച് പറയുന്നത്. ഇവർ ഇനീഷ്യലി ഒരു വെറ്റ് നഴ്സ് ആയിട്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്തിരുന്നത്. പിന്നെ അവരെ ഉർദു ബഗി ആയിട്ട് പ്രൊമോട്ട് ചെയ്യായിരുന്നു. സെനാന എന്ന ടോപ്പിക്കിലുള്ള ക്വിക്ക് റിവിഷൻ്റെ വീഡിയോ ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.